വധൂവരന്മാർക്ക് ആശംസകളും ഉപഹാരങ്ങളുമായി രക്ഷിതാക്കളുടെ കൈപിടിച്ച് അവരെത്തി. പൊന്നാനിയിൽ നടന്ന വിവാഹവേദിയാണ് മാനവ സ്നേഹത്തിന്റെ വിളംബരമായി മാറിയത്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നാണ് പഴമൊഴി. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം കയ്യൊപ്പ് പതിഞ്ഞ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നടന്ന വിവാഹം മാനവ സ്നേഹത്തിന്റെ വിളംബരമായി മാറുകയായിരുന്നു. ശേഷിക്കുറവുള്ളവരെന്ന് പൊതുസമൂഹം വിധിയെഴുതി അകറ്റി നിർത്തുന്ന ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയാണ് പൊന്നാനിയിൽ മാതൃകാ വിവാഹം നടന്നത്. പൊന്നാനിയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കർമ്മയുടെ പ്രസിഡന്റ് ജാവ അഷ്റഫിന്റെ മകളുടെ വിവാഹവേദിയാണ് ഭിന്നശേഷിക്കാരുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സംഗമവേദിയായി മാറിയത്. പൊതുചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ പൊതു ഇടമുണ്ടെന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയായി മാറി വിവാഹവേദി. ഓരോ രക്ഷിതാക്കളെയും നേരിട്ട് ക്ഷണിച്ചാണ് ജാവ അഷ്റഫ് വിവാഹം നടത്തിയത്. പൊതുസമൂഹം ഒറ്റപ്പെടുത്തുന്നതിനിടയിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക കല്യാണത്തിന് വധൂവരന്മാർക്ക് ആശംസകളും ഉപഹാരങ്ങളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെ കൈപിടിച്ചെത്തി. പൊന്നാനി URCക്ക് കീഴിലെ 200ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിവാഹമംഗളങ്ങൾ നേരാൻ അക്ബർ ഓഡിറ്റോറിയത്തിലാണ് എത്തിയത്. നവവധു ഫാത്തിമത്ത് ഫംന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് അനുഗ്രഹങ്ങൾ തേടിയാണ് വേദിയിലെത്തിയത്. തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനുശേഷം വധു ഓരോരുത്തർക്കുമായി മിഠായിപ്പൊതികളും കൈമാറി. വിവാഹ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകാനായി നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞിയും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കിയും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV അയ്യൂബും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊന്നാനി.